നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 14 ജില്ലകളിലുള്ള 140 മണ്ഡലങ്ങളെ വിലയിരുത്തിക്കൊണ്ട് അവിടുത്തെ സാഹചര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ചില വീഡിയോകൾ നമ്മൾ ചെയ്തിരുന്നു. അതിൽ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യം LDFന് നിയമസഭാ മണ്ഡലങ്ങളിൽ വ്യക്തമായ മേൽക്കോയ്മയുണ്ട് എന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെയോ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പോലെയോ ആയിരിക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പൊന്നും. അതിൽ വ്യക്തമായ ചില മണ്ഡലങ്ങളിലുള്ള മേൽക്കോയ്മ LDFന് എളുപ്പത്തിൽ അധികാരം പിടിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുമെന്നാണ് പറഞ്ഞു വരുന്നത്. UDFനെ സംബന്ധിച്ചിടത്തോളം LDFന്റെ ഉറച്ച കോട്ടകൾ പിടിച്ചെടുത്താൽ മാത്രമേ അവർക്ക് ഭരണം പിടിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. പിന്നീട് 100 എന്ന നമ്പർ അവർ പറയുന്ന നമ്പറിലേക്ക് എത്തണമെങ്കിൽ വലിയ LDF വിരുദ്ധ ഭരണവിരുദ്ധ വികാരം ആളിപ്പടരണം. അങ്ങനെ ഭരണവിരുദ്ധ വികാരം ആളിപ്പടർന്ന് വലിയ മുന്നേറ്റമുണ്ടായാൽ, വലിയ മൂവ്മെന്റ് ആയിട്ട് അത് മാറിയാൽ, LDF പരാജയപ്പെട്ടാൽ, സമ്പൂർണമായിട്ട് പരാജയപ്പെട്ടാൽ അവരുടെ കോട്ടകളെല്ലാം തകരും, മന്ത്രിമാർ പരാജയപ്പെടും, ജനകീയരായ MLA മാർ പരാജയപ്പെടും. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ നിലവിലുള്ള എക്സിറ്റ് പോളുകളും പറയുന്നില്ല. എക്സിറ്റ് പോളുകളിൽ ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോളുകളും UDF കേവല ഭൂരിപക്ഷം നേടുമെന്ന് പറയുന്നുണ്ട്. വ്യക്തമായി പറഞ്ഞാൽ UDFന് കേവല ഭൂരിപക്ഷമാണ് അവർ പറയുന്നത്. പക്ഷെ അപ്പോഴും എക്സിറ്റ് പോളുകളിലെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 55 മുതൽ 68 സീറ്റ് വരെ LDFന് അവർ പല രീതിയിൽ കൊടുക്കുന്നുണ്ട്. ഒരു ആവറേജ് വെച്ച് 78 സീറ്റ് UDFനും 61 സീറ്റ് LDFനും BJPക്ക് 1 സീറ്റുമാണ് പൊതുവെ ഇതിൻ്റെ ഒരു ട്രെൻഡായി മനസ്സിലാക്കാൻ കഴിയുന്നത്, എക്സിറ്റ് പോളുകളുടെ ട്രെൻഡ്. പക്ഷേ നമ്മുടെ വിലയിരുത്തൽ നമ്മൾ സസൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ UDFന് 78 എന്നുള്ള അവർ കൊടുത്ത നമ്പറിലേക്ക് എത്തണമെങ്കിൽ എത്രത്തോളം മണ്ഡലങ്ങളിൽ മാറ്റം സാധ്യമാകണമെന്നുള്ള വലിയ ചോദ്യമാണ് അവിടെ ബാക്കിയാവുന്നത്. മറ്റൊരു കാര്യം, BJP വോട്ടുകൾ എന്ത് സംഭവിക്കുമെന്നാണ്. BJPക്ക് പല മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളില്ല, ഉള്ള മണ്ഡലങ്ങളിൽ പലതും 2020ക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. BJP ജയസാധ്യതയില്ലാത്ത, അവർക്ക് നല്ല വോട്ടുകളുള്ള മണ്ഡലങ്ങളിൽ എന്ത് സംഭവിക്കുമെന്നുള്ള ചോദ്യമാണ്. കഴിഞ്ഞ തവണത്തെ പോലെയുള്ള വോട്ടുകൾ അവർ നിലനിർത്തുമോ, അല്ലെങ്കിൽ ആ വോട്ടുകൾ മറ്റൊരിടത്തേക്ക് പോകുമോ, അതിൻ്റെ ഗുണഭോക്താക്കൾ ഉണ്ടോ എന്നുള്ളതാണ്. ആ ഗുണഭോക്താക്കളുടെ ആത്മവിശ്വാസമാണോ ഞങ്ങൾ 100 സീറ്റ് നേടും, ഇല്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്നൊക്കെ. പക്ഷെ ഇപ്പോഴും LDFന്റെ നേതാക്കളൊക്കെ പറയുന്നത് BJP 1 സീറ്റും നേടില്ല എന്നാണ്. UDFന്റെ ഭാഗത്തു നിന്നും അത്തരം പ്രതികരണങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതും നമ്മൾ കാണേണ്ട വസ്തുതയാണ്. പറഞ്ഞു വരുന്നത്, കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ LDFന് ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്ന 62ഓളം സീറ്റുകളുണ്ട് എന്നുള്ളതാണ്. ആ 62 സീറ്റുകളെ പറ്റിയാണ് പറയാനുള്ളത്. 62 സീറ്റുകൾ ഓരോ ജില്ല തിരിച്ചും വ്യക്തമായി നമ്മൾക്ക് പരിശോധിക്കാവുന്നതാണ്. ആദ്യമായിട്ട് കാസർഗോഡ് ജില്ലയിൽ 3 സീറ്റുകളിലാണ് LDF ഉറച്ച വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്നത്. അത് ഉദുമയും തൃക്കരിപ്പൂരും കാഞ്ഞങ്ങാടുമാണ്. ഈ 3 മണ്ഡലങ്ങൾ പരമ്പരാഗതമായിട്ട് LDFനെ പിന്തുണക്കുന്ന മണ്ഡലങ്ങളാണ്, കാലങ്ങളായിട്ട് LDFന്റെ കയ്യിലുള്ള മണ്ഡലങ്ങളാണ്. പക്ഷേ ഉദുമയിലും തൃക്കരിപ്പൂരും ശക്തമായ മത്സരം നടന്നു എന്ന് UDF അവകാശപ്പെടുന്നുണ്ട്. ഉദുമയിൽ അട്ടിമറിയൊക്കെ അവർ പറയുന്നുണ്ട്. ഉദുമ ഏറ്റവും നല്ല മത്സരം നടന്നത് സുധാകരൻ ഉദുമയിൽ സ്ഥാനാർത്ഥിയായി വന്നപ്പോഴാണ്. അപ്പോഴത്തെ സാഹചര്യം മുൻനിർത്തി അന്ന് UDFന് വിജയപ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്നും 3800ഓളം വോട്ടുകൾക്ക് സുധാകരൻ പരാജയപ്പെടുകയാണ് ചെയ്തത്. അത്തരം ഒരു സാഹചര്യമാണ് ഉദുമ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അത് ഇത്തവണ എങ്ങനെയാണ് മറിയാൻ പോകുന്നതെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. കാസർഗോഡ് ജില്ലയിൽ വ്യക്തമായ 3 മണ്ഡലങ്ങളിൽ LDFന് മേൽക്കോയ്മയുണ്ട്. സന്ദീപ് വാര്യർ തൃക്കരിപ്പൂര് വന്നിട്ടുണ്ടെങ്കിൽ പോലും അവിടെയുള്ള വലിയ ഭൂരിപക്ഷം അത് മറികടന്നുകൊണ്ടുള്ള ഒരു വിജയം സാധ്യമാകുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴവർ അത്തരത്തിൽ പറയുന്നില്ല എന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ കാസർഗോഡ് ജില്ലയിലെ 3 മണ്ഡലങ്ങൾ. ഇനി കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലേക്ക് വന്നാൽ പയ്യന്നൂർ, തളിപ്പറമ്പ്, കല്യാശ്ശേരി, ധർമ്മടം, തലശ്ശേരി, മട്ടന്നൂർ തുടങ്ങിയ 6 മണ്ഡലങ്ങൾ അവരുടെ ഏറ്റവും സുരക്ഷിത മണ്ഡലങ്ങളാണ്. ഇവിടെ പയ്യന്നൂരും തളിപ്പറമ്പും വിമത പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളത്
നമ്മൾ കണ്ട കാര്യമാണ്. കുഞ്ഞികൃഷ്ണൻ എന്ന സ്ഥാനാർത്ഥി വിമതനായി പയ്യന്നൂർ രംഗത്ത് വരുന്നു. അവിടെ UDF അദ്ദേഹത്തെ പിന്തുണക്കുന്നു. തളിപ്പറമ്പിൽ ഗോവിന്ദൻ വരുന്നു. അവരെയും UDF പിന്തുണക്കുന്നു. പക്ഷേ അങ്ങനെ പോയാലും ആ മണ്ഡലങ്ങളിൽ വിജയം സാധ്യമാകില്ല എന്ന് അവർക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ 6 മണ്ഡലങ്ങൾ, അപ്പോൾ കാസർഗോഡ് 3, കണ്ണൂരിൽ 6, അങ്ങനെ നോക്കുമ്പോൾ 9 മണ്ഡലങ്ങൾ അവിടെ സുരക്ഷിതമായി നിൽക്കുന്നു. ഇനി കോഴിക്കോട് ജില്ലയിലേക്കാണ്. കണ്ണൂര് കാസർഗോഡും കഴിഞ്ഞ് കോഴിക്കോട്ടേക്ക് വരുമ്പോൾ അവിടെ LDFന് 8 സീറ്റുകളിലാണ് അവരുടെ കോട്ടകൾ എന്ന് വിശേഷിപ്പിക്കാവുന്നത്. അല്ലെങ്കിൽ അവർ വിജയപ്രതീക്ഷ ഉറച്ചു പ്രതീക്ഷിക്കുന്നത് ഭൂരിപക്ഷം കുറഞ്ഞാലും മണ്ഡലങ്ങൾ നിലനിർത്തുമെന്നുള്ള പ്രതീക്ഷയുള്ളത്. അതിൽ നാദാപുരം, കൊയിലാണ്ടി, പേരാമ്പ്ര, ബാലുശ്ശേരി, എലത്തൂർ, കോഴിക്കോട് നോർത്ത്, ബേപ്പൂർ, കുന്നമംഗലം, ഈ 8 മണ്ഡലങ്ങളാണ് അവർ ഏറ്റവും സുരക്ഷിത മണ്ഡലങ്ങളായി വിലയിരുത്തുന്നത്. ഇനി ഇതിൽ തന്നെ നാദാപുരവും ബാലുശ്ശേരിയുമൊക്കെ പിടിച്ചെടുക്കുമെന്നാണ് UDF പറയുന്നത്. അത് UDFന് അത്തരത്തിലുള്ള അവകാശവാദം ഉന്നയിക്കാൻ കഴിഞ്ഞത് അവിടെയുണ്ടായ ഒരു BJPയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ്. BJP വോട്ടുകൾ അങ്ങോട്ടേക്ക് മറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഈ അടിസ്ഥാനത്തിലാണോ ഇത്തരം പിടിച്ചെടുക്കലുകൾ അവർ അവകാശപ്പെടുന്നതെന്ന് കാണേണ്ട കാര്യമാണ്. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലെ കണക്കുകളാണ് അവരെ വിജയത്തിനുള്ള അവകാശവാദം ഉന്നയിക്കുന്നതെങ്കിൽ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ നാദാപുരത്തും കൊയിലാണ്ടിയിലും അല്ലെങ്കിൽ ബാലുശ്ശേരിയിലുമൊക്കെ പിടിച്ചെടുക്കുമെന്ന് അവർ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമല്ല. അങ്ങനെ നോക്കുമ്പോൾ കാസർഗോഡ് 3, കണ്ണൂർ 6, കോഴിക്കോട് 8 മണ്ഡലങ്ങൾ. ഇതാണ് സ്ഥിതിവിശേഷം എന്നുള്ളത്. കാസർഗോഡ് നിന്ന് തുടങ്ങി കോഴിക്കോട്ടേക്ക് എത്തുമ്പോൾ 17ഓളം മണ്ഡലങ്ങൾ LDFനായി വരുന്നുണ്ട്. ഇനി മലപ്പുറം ജില്ലയിൽ കേവലം 2 മണ്ഡലങ്ങളിൽ മാത്രമാണ് LDFന്റെ വിജയപ്രതീക്ഷ എന്നുള്ളത്. അത് തവനൂറും പൊന്നാനിയുമാണ്. പൊന്നാനി കാലങ്ങളായിട്ട് അവരുടെ കയ്യിലുള്ള ഉറച്ച കോട്ടയാണ്. പക്ഷേ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഈ തവനൂർ, പൊന്നാനിയിലും UDFന് ലീഡുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായിരിക്കാം അവരുടെ വിജയപ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നത്. പക്ഷേ പൊന്നാനി വീഴില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവിടെ തവനൂരിലേക്ക് വരുമ്പോൾ KT ജലീൽ മറിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ചിലപ്പോൾ അവിടെ വേണമെങ്കിൽ ഒരു അട്ടിമറി വേണമെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. എങ്കിലും സംശയമാണ്. ഇഞ്ചോടിഞ്ച് മത്സരമാണ്. KT ജലീൽ കയറി പോരുമെന്ന് തന്നെയാണ് വിലയിരുത്താൻ കഴിയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 2 മണ്ഡലങ്ങൾ മലപ്പുറം ജില്ലയിൽ നിന്നും. പാലക്കാട്ടിലേക്ക് വരുമ്പോൾ പാലക്കാട്ട് ഉറച്ച LDF കോട്ടകളാണ്. അവിടെ മറ്റൊരു സാധ്യതകൾ പോലുമില്ല. അത് 7 മണ്ഡലങ്ങൾ: ഷൊർണൂർ, ഒറ്റപ്പാലം, കോങ്ങാട്, മലമ്പുഴ, താനൂർ, തരൂർ, നെന്മാറ, ആലത്തൂർ തുടങ്ങിയ 7 മണ്ഡലങ്ങൾ ഒരു അട്ടിമറി പ്രതീക്ഷയും UDF വെച്ചു പുലർത്താത്ത മണ്ഡലങ്ങളാണ്. തൃശ്ശൂരിലേക്ക് വരുമ്പോൾ അത് ചേലക്കര, കുന്നംകുളം, ഗുരുവായൂർ, നാട്ടിക, കയ്പമംഗലം, പുതുക്കാട് തുടങ്ങിയ മണ്ഡലങ്ങൾ, 6 മണ്ഡലങ്ങൾ അത്തരത്തിലും വരുന്നുണ്ട്. അപ്പോൾ ഈ പാലക്കാട് കഴിഞ്ഞ് തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ ആ ജില്ലയിലും 6 മണ്ഡലങ്ങൾ LDFന്റെ കൈപ്പിടിയിൽ ഒതുക്കാവുന്ന മണ്ഡലങ്ങളാണ്. എറണാകുളത്തേക്ക് വരുമ്പോൾ വൈപ്പിൻ എന്ന മണ്ഡലം അവരുടെ പരമ്പരാഗത കോട്ടയാണ്. ഇടുക്കിയിലേക്ക് വരുമ്പോൾ ദേവികുളവും ഉടുമ്പൻചോലയും ഇടുക്കിയും പീരുമേടും അടക്കം 4 മണ്ഡലങ്ങൾ അവരുടെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട്. എങ്കിലും 1-2 മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിലും വിചാരിക്കാം. പക്ഷെ എങ്കിൽ പോലും 4 മണ്ഡലങ്ങൾ അവരുടെ കയ്യിൽ ഉള്ളതാണെന്ന് പറയേണ്ടി വരും. കോട്ടയത്തേക്ക് വരുമ്പോൾ അത് വൈക്കവും ഏറ്റുമാനൂറും ചങ്ങനാശ്ശേരിയും കാഞ്ഞിരപ്പള്ളിയും 4 മണ്ഡലങ്ങളായി അവിടെയും മാറുന്നു. ആലപ്പുഴ ജില്ലയിലാണ് അവർക്ക് ഏറ്റവും പ്രതിസന്ധി ഇത്തവണ ഉണ്ടാക്കിയത്. സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം മൂലം, മറ്റു പല വിഷയങ്ങൾ മൂലം ആലപ്പുഴയിലും ചില സീറ്റുകൾ നഷ്ടപ്പെട്ടേക്കാമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, അങ്ങനെ കരുതുന്നു. പക്ഷേ ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, കുട്ടനാട്, കായംകുളം, മാവേലിക്കര, ഈ 6 മണ്ഡലങ്ങൾ എന്നുള്ളത് അവർ വിജയപ്രതീക്ഷ തന്നെ വെച്ച് പുലർത്തുന്ന മണ്ഡലങ്ങളാണ്. സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് അമ്പലപ്പുഴ നഷ്ടപ്പെടുമെന്നാണ് പൊതുവെയുള്ള സർവേ, എക്സിറ്റ് പോൾ വിലയിരുത്തലുകളായി വരുന്നത്. പക്ഷെ അവിടെയും സുധാകരന് അവിടെ അട്ടിമറി സാധ്യമാകുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോഴൊക്കെ അത് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. വിമത ശബ്ദം കൊണ്ട് മാത്രം ഒരാൾക്ക് ഒരു മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയില്ല.
അങ്ങനെയാണെങ്കിൽ ഭരണവിരുദ്ധമായ വലിയ സാഹചര്യം ഉണ്ടാവണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ മുഖ്യമന്ത്രി ആരാവണമെന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുണച്ചത് പിണറായി വിജയനെ തന്നെയാണ്. വി ഡി സതീശനേക്കാൾ കൂടുതൽ പിന്തുണ ആ കാര്യത്തിൽ പിണറായി വിജയന് കിട്ടിയിട്ടുണ്ട്. പിണറായി വിജയൻ ഒരു ഇച്ഛാശക്തിയുള്ള മുഖ്യമന്ത്രിയാണെന്ന് കേരളത്തിലുള്ള പൊതുസമൂഹം പൊതുവെയായിട്ട് വിലയിരുത്തുന്നുണ്ട്. അത്തരത്തിൽ നോക്കുമ്പോൾ ആ ഒരു മേൽക്കോയ്മ LDFിനുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി ആരാവണമെന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളായിട്ട് ആലപ്പുഴ ജില്ലയിൽ അത് മാറും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ തിരുവല്ല, റാന്നി, അടൂർ ഈ 3 മണ്ഡലങ്ങളിലാണ് അവർ ഉറച്ച പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. കൊല്ലം ജില്ലയിലേക്ക് വരുമ്പോൾ അത് അവരുടെ കോട്ടളങ്ങളാണ്. കുന്നത്തൂർ, കൊട്ടാരക്കര, പത്തനാപുരം, പുനലൂർ, ചടയമംഗലം, കൊല്ലം, ഇരവിപുരം, ചാത്തന്നൂർ തുടങ്ങിയ 8 മണ്ഡലങ്ങൾ കൊല്ലം ജില്ലയിൽ അവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി തിരുവനന്തപുരത്തേക്ക് വന്നാൽ ആറ്റിങ്ങലും ചിറയൻകീഴും വാമനപുരവും അവർ ഉറച്ച പ്രതീക്ഷ തന്നെ വെച്ചു പുലർത്തുന്ന മണ്ഡലങ്ങളാണ്. അങ്ങനെ ഓരോ ജില്ലയിലെ കണക്കെടുക്കുമ്പോൾ കാസർഗോഡ് 3, കണ്ണൂർ 6, കോഴിക്കോട് 8, മലപ്പുറത്ത് 2, പാലക്കാട് 7 മണ്ഡലങ്ങൾ, തൃശ്ശൂരിലെ 6 മണ്ഡലങ്ങൾ, എറണാകുളത്തെ 1 മണ്ഡലം, ഇടുക്കിയിലെ 4 മണ്ഡലം, കോട്ടയത്തെ 4 മണ്ഡലം, ആലപ്പുഴയിലെ 6 മണ്ഡലം, പത്തനംതിട്ട ജില്ലയിലെ 3 മണ്ഡലം, കൊല്ലം ജില്ലയിലെ 8 മണ്ഡലങ്ങൾ, തിരുവനന്തപുരത്തെ 3 മണ്ഡലം. അങ്ങനെ നോക്കുമ്പോൾ മാത്രം 62 മണ്ഡലങ്ങൾ LDFിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇതിൽ നിന്നും ചില സീറ്റുകൾ നഷ്ടപ്പെട്ടേക്കാമെന്ന് തന്നെ കരുതുക. 62 നിന്നും ഒരു 50ഓ 55ഓ ആയി അത് ഇതൊക്കെ കഴിഞ്ഞ 3 ടേമിലും LDF വിജയിച്ച മണ്ഡലങ്ങളാണ്. 2011 UDF ട്രെൻഡ് ഉണ്ടായ തെരഞ്ഞെടുപ്പിലും വിജയിച്ച മണ്ഡലങ്ങളാണ്. അങ്ങനെയുള്ള മണ്ഡലങ്ങൾ ആണ് ഇത് എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ അവർ തുടർച്ചയായി വിജയിച്ചു വരുന്ന മണ്ഡലങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള 62 മണ്ഡലങ്ങൾ അവരുടെ കൈപ്പിടിയിൽ ഉണ്ട് എന്നുള്ളതും അതിൽ നിന്നും ചില സീറ്റുകൾ നഷ്ടപ്പെട്ടാൽ പോലും കുഴപ്പമില്ലാത്ത അവസ്ഥ LDFിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന് പറയേണ്ടി വരും. ഇനി UDFിൻ്റെ കോട്ടകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന പരമ്പരാഗതമായി അവർ വിജയിച്ചു വരുന്ന മണ്ഡലങ്ങളാണ്. ആ മണ്ഡലങ്ങളിൽ കാസർഗോഡ് ജില്ലയിൽ 2 മണ്ഡലങ്ങളുണ്ട്. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിലേറെ അവർ തന്നെ വിജയിക്കുന്ന മണ്ഡലങ്ങളുണ്ട്. മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളാണ് 2 പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ. മുസ്ലിം ലീഗിൻ്റെ മണ്ഡലങ്ങളാണ്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, മഞ്ചേശ്വരത്ത് കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥി വിജയിച്ചത് 750 വോട്ടിന് മാത്രമാണ്. അവിടെ അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ K സുരേന്ദ്രൻ 86 വോട്ടിനാണ് പരാജയപ്പെട്ടത്. ഇത്തവണ SIR ഉണ്ടായി, അതൊക്കെ മറ്റൊരു സാഹചര്യമാണ്. അവിടെ ഭൂരിപക്ഷം എന്നുള്ളത് വളരെ നേരിയതാണ് എവിടെ മഞ്ചേശ്വരത്തേക്ക് വന്നാൽ. അപ്പോൾ 2 സീറ്റാണ് കാസർഗോഡ് UDFിനെ സംബന്ധിച്ചിടത്തോളം പറയാനാവുക. ഇത്തവണയും സുരേന്ദ്രൻ വലിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്ന മണ്ഡലമാണ് മഞ്ചേശ്വരം. എങ്കിലും UDFിൻ്റെ 2 സീറ്റുകളിൽ ഉൾപ്പെടുത്താവുന്നതാണ്. കണ്ണൂരിലേക്ക് വരുമ്പോൾ 2 സീറ്റുകൾ മാത്രമാണ് UDFിൻ്റെ ഉറച്ച പ്രതീക്ഷകൾ. അത് ഇരിക്കൂറും പേരാവൂറുമാണ്. അതിൽ പേരാവൂർ ഇത്തവണ KK ശൈലജയെ ഇറക്കി CPM മത്സരം കാഴ്ചവെക്കാൻ ശ്രമിച്ചിരുന്നു. വയനാട്ടിലേക്ക് വരുമ്പോൾ അത് സുൽത്താൻ ബത്തേരി അവരുടെ ഉറച്ച കോട്ടയാണ്. കോഴിക്കോട്ട് പ്രത്യേകിച്ചും അവരെ സംബന്ധിച്ചിടത്തോളം കൊടുവള്ളി അവർ വിജയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലമാണ്. തിരുവമ്പാടിയിലെ ഒരു തിരിച്ചുവരവാണ് UDF ആഗ്രഹിക്കുന്നത്. അങ്ങനെ നോക്കിയാൽ പോലും 2 മണ്ഡലങ്ങൾ. മലപ്പുറം ജില്ലയിൽ ഭൂരിഭാഗം മണ്ഡലങ്ങളും അവരുടെ കയ്യിലാണ്. മലപ്പുറം ജില്ലയിലെ 12 മണ്ഡലങ്ങളിൽ അവർ ഉറച്ച വിജയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. അത് കൊണ്ടോട്ടി, ഏറനാട്, വണ്ടൂർ, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം, വേങ്ങര, വള്ളിക്കുന്ന്, തിരൂരങ്ങാടി, തിരൂർ, കോട്ടക്കൽ തുടങ്ങിയ മണ്ഡലങ്ങളാണ്. പക്ഷേ കഴിഞ്ഞ തവണ താനൂർ അവർക്ക് നഷ്ടപ്പെട്ടിരുന്നു. ഇത്തവണ താനൂർ തിരിച്ചു പിടിക്കുമെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. തിരൂരിലാണ് മന്ത്രി കൂടിയായ V അബ്ദുറഹ്മാൻ ഇത്തവണ മണ്ഡലം മാറി മത്സരിച്ചത്. അപ്പോൾ തിരൂരിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമോ എന്ന് കണ്ടറിയേണ്ടതാണ്. എങ്കിലും ഇതിൽ UDFിന് മേൽക്കോയ്മയുള്ള ജില്ലയായിട്ട് തന്നെ പരിഗണിക്കേണ്ടി വരും. പാലക്കാട്ടേക്ക് വരുമ്പോൾ അത് മണ്ണാർക്കാടും പാലക്കാടും മാത്രമാകുന്നു. മണ്ണാർക്കാട് മറ്റൊരു സാധ്യതകൾ പൊതുവെ വിലയിരുത്തപ്പെടുന്നില്ല. പക്ഷെ പാലക്കാട് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രനാണ് BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. അവർ അവസാന നിമിഷം വിവാദങ്ങളിൽ അകപ്പെട്ടു. എങ്കിലും NMR റസാഖ് എന്ന CPM സ്ഥാനാർത്ഥി, ഇടതുപക്ഷത്തിൻ്റെ LDFിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി അതിശക്തമായ മത്സരം അല്ലെങ്കിൽ വലിയ സ്വീകാര്യത മണ്ഡലത്തിൽ നേടിയിട്ടുണ്ട്. കേരളത്തിൽ പൊതുവെ
രമേശ് പിഷാരടിയേക്കാളും നല്ല സ്ഥാനാർത്ഥി NMR റസാഖാണെന്നുള്ള വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും 2 മണ്ഡലങ്ങളാണ് പരമാവധി UDFന് വെച്ചു കൊടുക്കാവുന്നത്. എറണാകുളത്തേക്ക് വരുമ്പോൾ അത് ആലുവയും പറവൂറും എറണാകുളവും തൃക്കാക്കരയും പിറവവും അടക്കം 5 മണ്ഡലങ്ങൾ അവർ വിജയപ്രതീക്ഷ ഉറപ്പിക്കുന്ന മണ്ഡലങ്ങളാണ്. ഇടുക്കിയിലേക്ക് വരുമ്പോൾ അത് തൊടുപുഴ എന്നുള്ള മണ്ഡലത്തിൽ ചുരുങ്ങുന്നു. കോട്ടയത്തേക്ക് വരുമ്പോൾ കടുതുരുത്തിയും കോട്ടയവും പുതുപ്പള്ളിയും അടക്കമുള്ള 3 മണ്ഡലങ്ങൾ അവർ ഉറച്ച വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്നു. ആലപ്പുഴയിൽ രമേശ് ചെന്നിത്തലയുടെ മണ്ഡലമായ ഹരിപ്പാട് മാത്രമാണ് അവരുടെ ഉറച്ച പ്രതീക്ഷ എന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ 32ഓളം സീറ്റുകൾ അവർ ഉറച്ച കോട്ടകളായി കരുതുന്നു. മറുഭാഗത്ത് LDFന് 62ഓളം മണ്ഡലങ്ങൾ ഉള്ളപ്പോൾ UDFന്റെ മണ്ഡലങ്ങൾ അത് 32 എന്നുള്ള നമ്പറിലേക്ക് മാറുന്നുണ്ട്. ഇനി ഈ 32ൽ നിന്നും LDFന്റെ ഉറച്ച കോട്ടകളിൽ അട്ടിമറി നടത്തിയാൽ പോലും അത് 40ലേക്ക് എത്താം എന്നുള്ളതാണ്. 32 എന്നുള്ളത് ഒരു 40 വരെ പരമാവധി പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ പോലും അവിടെ 54, 40 എന്നുള്ള നമ്പറിലേക്കാണ് എത്താൻ കഴിയുക എന്നുള്ളതാണ് വസ്തുത. ഇനി 2 പക്ഷത്തേക്കും മാറി മറയാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ എന്നുള്ളത്, ഇരുവിഭാഗവും വിജയിച്ച മണ്ഡലങ്ങൾ എന്നുള്ളത്, അത് അത്തരത്തിലുള്ള മണ്ഡലങ്ങളെ പറ്റിയാണ്. അത്തരം മണ്ഡലങ്ങളിൽ ഏകദേശം 19ഓളം സീറ്റുകളിൽ LDF വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട്. അപ്പോൾ നേരത്തെയുള്ള 62ൽ നിന്നും 19 കൂടി വർദ്ധിച്ചാൽ 81, 82 സീറ്റിലേക്ക് LDFനെ സംബന്ധിച്ചിടത്തോളം എത്തും. UDFനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 28ഓളം സീറ്റുകളാണ് അവർ ഇത്തരത്തിൽ ഉറച്ചു പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വന്നാൽ അത് ഒരു 60 എന്നുള്ള നമ്പറിലേക്ക് എത്തും. 32 ഉറച്ച കോട്ടകൾ, 28 വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലങ്ങൾ. അങ്ങനെയാണെങ്കിൽ 60. ഇപ്പുറത്ത് LDFനെ സംബന്ധിച്ചിടത്തോളം 62നോടൊപ്പം തന്നെ ഒരു 19 മണ്ഡലങ്ങൾ കൂടി അവർ വെച്ച് പ്രതീക്ഷകൾ ഉറപ്പിക്കുന്ന മണ്ഡലങ്ങളാണ്. ഏതൊക്കെയാണ് ആ മണ്ഡലങ്ങൾ എന്ന് നമുക്ക് നോക്കാം. കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം അഴീക്കോടും കൂത്തുപറമ്പും അവർ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്ന മണ്ഡലങ്ങളാണ്. വയനാട് ജില്ലയിലെ മാനന്തവാടിയും അവർ പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നുണ്ട്. പാലക്കാടിലെ പട്ടാമ്പിയിലും ചിറ്റൂരും അവർ മേധാവിത്വം തുടരാമെന്നാണ് കരുതുന്നത്. തൃശ്ശൂരിലേക്ക് വരുമ്പോൾ അത് ഒല്ലൂറും കൊടുങ്ങല്ലൂരും അവർ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്ന മണ്ഡലങ്ങളാണ്. എറണാകുളത്തേക്ക് വരുമ്പോൾ അത് മന്ത്രി രാജീവിന്റെ മണ്ഡലമായ കളമശ്ശേരി, കൊച്ചി, കോതമംഗലം തുടങ്ങിയ 3 മണ്ഡലങ്ങളിൽ കൂടി അവർ പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്നു. കോട്ടയത്തേക്ക് വരുമ്പോൾ പൂഞ്ഞാർ അവർക്ക് വിജയിച്ചു കയറാമെന്നുള്ള മണ്ഡലമാണ്. ആലപ്പുഴയിലേക്ക് വരുമ്പോൾ അരൂറും ചെങ്ങന്നൂറുമൊക്കെ അവർ വിജയിച്ചു വരാവുന്ന മണ്ഡലങ്ങൾ തന്നെയാണ്. ഇനി കൊല്ലം ജില്ലയിലേക്ക് വന്നാൽ കുണ്ടറ അവർക്ക് നഷ്ടപ്പെട്ട സീറ്റാണ്, പക്ഷെ അത് തിരിച്ചു പിടിക്കാമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ഇനി തിരുവനന്തപുരത്തേക്ക് വന്നാൽ കഴക്കൂട്ടവും നേമവും അവർ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്ന മണ്ഡലങ്ങളാണ്. അതല്ലാത്ത വട്ടിയൂർക്കാവ്, നെടുമങ്ങാട് തുടങ്ങിയ മണ്ഡലങ്ങൾ കൂടി അവർക്ക് വലിയ പ്രതീക്ഷകൾ ഉള്ള മണ്ഡലങ്ങളാണ് എന്ന് പറയേണ്ടി വരും. ഇനി പാറശാലയും കാട്ടാക്കടയും നെയ്യാറ്റിങ്കരയും അവർ നിലനിർത്താനുള്ള സാധ്യതകളാണ് കൂടുതൽ. അങ്ങനെ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ 62നോടൊപ്പം ഈ 19 മണ്ഡലങ്ങൾ കൂടി ചേരുമ്പോൾ അത് 80 മുകളിലുള്ള നമ്പറിലേക്ക് എത്തും. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ 8 സീറ്റുകൾ നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായാലും അത് ഓവർകം ചെയ്ത് ഭരണ തുടർച്ചയുണ്ടാക്കാൻ അവർക്ക് കഴിയുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. UDFനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ മണ്ഡലത്തിലാണ് അവർ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നത്. ഇനി വയനാട്ടിലേക്ക് വന്നാൽ അത് കൽപ്പറ്റ അവർ ഉറച്ച പ്രതീക്ഷയായി കരുതുന്ന മണ്ഡലമാണ്. കോഴിക്കോട് ജില്ലയിൽ വടകരയും കുറ്റ്യാടിയും ആണ് അവർ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നത്. അപ്പോൾ അതിൽ കുറ്റ്യാടി ഇഞ്ചോടിഞ്ച് മത്സരമാണ്. വടകര തിരിച്ചു പിടിക്കാനുള്ള പരമാവധി പണി LDF എടുത്തിട്ടുണ്ട്. കുറ്റ്യാടി ഇഞ്ചോടിഞ്ച് മത്സരമാണ്. മലപ്പുറത്തെ 2 മണ്ഡലങ്ങൾ, നിലമ്പൂറും താനൂറും അടക്കമുള്ള 2 മണ്ഡലങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെ കയ്യിലുള്ള ഇല്ലായിരുന്ന മണ്ഡലങ്ങൾ അവർ ഇത്തവണ തിരിച്ചു പിടിക്കുമെന്നാണ് അവകാശപ്പെടുന്നത്. അത്തരത്തിൽ വേണമെങ്കിൽ വിലയിരുത്താവുന്നതാണ്. തൃശ്ശൂരിലേക്ക് വന്നാൽ TN പ്രതാപൻ മത്സരിക്കുന്ന മണലൂരിലാണ് അവർ പ്രതീക്ഷകൾ ഉള്ളത്. വടക്കാഞ്ചേരി അങ്ങനെയാണ്, തൃശ്ശൂർ അങ്ങനെയാണ്, ചാലക്കുടി അങ്ങനെയാണ്. പക്ഷേ ഇവിടെയും അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയൊരു മാറ്റങ്ങൾക്ക് വിധേയമായേക്കാം. എറണാകുളത്തേക്ക് വരുമ്പോൾ പെരുമ്പാവൂർ, അങ്കമാലി, തൃപ്പൂണിത്തറ, കുന്നത്തുനാട്,
മൂവാറ്റുപുഴ, ഇങ്ങനെ 5 മണ്ഡലങ്ങൾ UDF വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലങ്ങളാണ്. അതിലും ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചില വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ഇനി കോട്ടയത്തേക്ക് വരുമ്പോൾ പാലായിലാണ് അവർ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. പക്ഷെ പാലായിൽ മത്സരം ടൈറ്റായിരുന്നു എന്നാണ് വിലയിരുത്തലുകൾ ഉള്ളത്. പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ ആറന്മുള, കോന്നി മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കാമെന്നാണ് അവരുടെ പ്രതീക്ഷകൾ ഉള്ളത്. തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ വർക്കല, വട്ടിയൂർക്കാവ്, നെടുമങ്ങാട്, തിരുവനന്തപുരം, അരുവിക്കര, കോവളം, ഇങ്ങനെ 6 മണ്ഡലങ്ങളിൽ അവർ തിരിച്ചു വരാമെന്നുള്ള പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നുണ്ട്. എങ്കിലും ഇതിൽ നെടുമങ്ങാടും വട്ടിയൂർക്കാവ് അല്ലെങ്കിൽ വർക്കല തുടങ്ങിയ മണ്ഡലങ്ങൾ സമ്പൂർണമായിട്ട് അവർക്ക് എഴുതി കൊടുക്കാനൊന്നും കഴിയില്ല. ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉള്ള മാറ്റങ്ങൾക്കുള്ള സാധ്യതകളുള്ള മണ്ഡലങ്ങൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 32ഉം ഈ പറയപ്പെടുന്ന 28ഓളം മണ്ഡലങ്ങൾ കൂടി ചേർത്താൽ അത് UDFന്റെ 60 എന്നുള്ള നമ്പറിലേക്ക് വരും. പക്ഷേ ഈ 28 ചേർത്ത മണ്ഡലങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്ന 32 കോട്ടകളിൽ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക തന്നെ ചെയ്യും. മറുഭാഗത്ത് 62 എന്നുള്ള നമ്പറിൽ കോട്ടകളിൽ വ്യത്യാസം വന്നാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുക തന്നെ ചെയ്യും. എന്തായാലും ഇഞ്ചോടിഞ്ച് മത്സരമാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള തരംഗങ്ങൾ ഇല്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെയുള്ള തരംഗങ്ങൾ ഉണ്ടെങ്കിൽ, ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ പിന്നീട് LDFന്റെ സാധ്യതകളെ പറ്റിയുള്ള കണക്കെടുപ്പിൽ അർത്ഥമില്ല. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അത് ഇല്ല എന്നും എക്സിറ്റ് പോളുകളും പരമാവധി സീറ്റുകൾ LDFന് കൊടുക്കുന്നുള്ളത് കൊണ്ട് തന്നെ നേരിയ മുൻതൂക്കം മാത്രമാണ് UDFന് കൊടുക്കുന്നുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ പക്ഷേ തെരഞ്ഞെടുപ്പ് റിസൾട്ടുകൾ പൂർണ്ണമായിട്ടും വിലയിരുത്തുമ്പോൾ അവർക്ക് ഭരിക്കാനാവശ്യമായ നമ്പറിലേക്ക് LDFന് എത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടേണ്ടത്. ഈ 71 എന്നുള്ള അവരുടെ സീറ്റ്, അത് ഈ കണക്കിന് നോക്കിയാൽ അതൊരു 71 മുതൽ 82 വരെ 71 മുതൽ 82 വരെ സീറ്റുകളിലേക്ക് അത് എത്താനുള്ള സാധ്യതയുണ്ട്. മറുഭാഗത്ത് UDFനാണെങ്കിൽ അത് 50 മുതൽ ഒരു 60, 64 വരെയാണ് കാണാൻ കഴിയുന്നത്, 65 വരെയാണ് കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ 72 എന്നുള്ള നമ്പറിലേക്ക് അവർ എത്തണമെങ്കിൽ ഈ LDFന്റെ ഉറച്ച പ്രതീക്ഷകളായ സീറ്റുകൾ മറിച്ചിടേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അത് വലിയ ജനവിരുദ്ധമായ ഒരു സർക്കാരിനെ വിലയിരുത്തിയുള്ള തെരഞ്ഞെടുപ്പാണെന്ന് വിലയിരുത്തേണ്ടി വരും. പക്ഷേ എക്സിറ്റ് പോളുകൾ എല്ലാ സമയത്തും കേരളത്തിലെ കണക്കുകൾ കൃത്യമായിരുന്നില്ല. എങ്കിലും ആ ട്രെൻഡുകൾ ഇത്തരത്തിലാണ് എന്ന് വിലയിരുത്തപ്പെടുന്നത് എക്സിറ്റ് പോളുകളാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായത്. അത് പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ കഴിയില്ല. എങ്കിലും എന്താണ്, എക്സിറ്റ് പോളുകൾ എല്ലാ സമയത്തും, ഇപ്പോൾ ആക്സിസ് ഇന്ത്യയുടെ എക്സിറ്റ് പോളിൽ തമിഴ്നാട്ടിൽ വിജയ്ക്കാണ് ഏറ്റവും കൂടുതൽ, വിജയുടെ പാർട്ടിക്കാണ് ഏറ്റവും കൂടുതൽ സീറ്റ് കൊടുക്കുന്നത്, 120ഓളം സീറ്റുകൾ. എക്സിറ്റ് പോളുകൾ അങ്ങനെയും വരാറുണ്ട്. അപ്പോൾ അത് എക്സിറ്റ് പോളുകൾ സമ്പൂർണ്ണമായിട്ട് തള്ളിക്കളയണം എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. പക്ഷേ എങ്കിൽ പോലും എക്സിറ്റ് പോളുകൾ ഒരു ട്രെൻഡ് സൂചിപ്പിക്കാറുണ്ട് പരമ്പരാഗതമായി. അങ്ങനെ നോക്കുമ്പോൾ UDF അധികാരത്തിൽ വരേണ്ടതാണ്. 10 വർഷമായി ഭരണത്തിലില്ല, പലവിധ കാരണങ്ങളുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഉണ്ട്. പക്ഷെ അവിടെയും ഈ LDFന്റെ ഉറച്ച കോട്ടകളും അവർ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന അവരുടെ കയ്യിലുള്ള സീറ്റുകളും തിരിച്ചു പിടിക്കുക എന്നുള്ള വലിയ ദൗത്യത്തിൽ വിജയിച്ചാൽ മാത്രമേ അവർക്ക് അതിനുള്ള സാധ്യതകളുള്ളൂ. മറുഭാഗത്ത് BJP എന്ത് ചെയ്യുന്നു എന്നു കൂടി വിലയിരുത്തേണ്ടത്. എന്ത് വന്നാലും LDFനുള്ള കേവല ഭൂരിപക്ഷം എന്നുള്ള നമ്പറിലേക്ക് എത്താൻ കഴിയുമെന്നാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കുന്നത്.